വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് പാല്, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. വെളിച്ചെണ്ണയിലേക്ക് സവോളയുടെ പകുതിയും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പുഴുങ്ങിയതും അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസ് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ട് 20 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. നല്ല അടിപൊളി പലഹാരമാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് അതും കൂടെ മൂപ്പിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, പകുതി വരെ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് നിറച്ചെടുക്കുക. അടിപൊളിയാണ്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ല കിടിലൻ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി കണ്ടു നോക്കാം. മിക്സിയിലേക്ക് മുട്ട, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പഞ്ചസാര, വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്, പാൽപ്പൊടി, മൈദപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. പാനിൽ ഓയിലാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് നട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പഴയ പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നല്ല അടിപൊളി പൊട്ടാറ്റോ പോലെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു സവാളയുടെ പകുതി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതൊരു 3 മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/4 കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാനിൽ നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ഇതിൽ മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ബ്രെഡ് പീസാക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ വേറൊരു പാനിൽ നെയ്യാക്കി കൊടുത്ത് അതിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുത്ത് ആ ഭാഗം കൂടെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ചെറുപഴവും മുട്ടയും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ട് നോക്കാം കേട്ടോ. ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ട് ഇതുപോലെ ഓരോ പഴവും പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു മൈദയിലേക്ക് 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത് കോരാം. നമ്മൾ സാധാരണ നേന്ത്രക്കായ വെച്ചിട്ടാണല്ലോ ഇതുപോലെ പഴംപൊരി തയ്യാറാക്കി എടുക്കല്. ഇതുപോലെ ചെറുപഴം വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല തേനൂറുന്നൊരു പലഹാരം കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്യുക. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് നട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. നല്ല തേനൂറുന്ന അരിപ്പൊടി കൊണ്ടുള്ള ലഡു തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി കണ്ടു നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് പഴം, മുട്ട, അരിപ്പൊടി, ശർക്കരപ്പാനി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റവ, ഉപ്പ്,
ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിപ്പെട്ടതാണ് കേട്ടോ. നല്ലൊരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത് വളരെ ചെറിയ കുഴിയായതുകൊണ്ട് തന്നെ എളുപ്പം പുറത്തേക്ക് ഒലിക്കും കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ. അധികം പഴുത്ത പഴമല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി പഴം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ പഴവും അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. പഞ്ചസാരയും മൈദയൊക്കെ ചേർത്തിട്ടുള്ള സ്നാക്കുകളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കമന്റ് വരാറുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളതുണ്ടോ, പഞ്ചസാര ചേർക്കാത്ത സ്നാക്ക് വേണം, അതുപോലെ മൈദ ചേർക്കാത്ത സ്നാക്കൊക്കെ വേണം, എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാതെ അതുപോലെ പഞ്ചസാരയോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്നത്തേത്. ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. വീട്ടിൽ എപ്പോഴും ഉള്ള 3-4 ചേരുവകൾ മാത്രം മതി ഈ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരക്ക് പകരം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുന്നതിന് പോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആകൃതിയിൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയിലാക്കി എടുക്കരുത്, അപ്പോൾ റവ വേവാൻ സമയമെടുക്കും. ഈ ഒരു വലുപ്പത്തിൽ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. സ്കൂളിൽ വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഒരു ബൗളിലേക്ക് 2 മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാൻ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ 1/2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലും തയ്യാറാക്കി എടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ഉണ്ട് നോക്കാം. ഒരു ബൗളിലേക്ക് പഞ്ചസാര, മുട്ട, ചെറിയ ചൂടുള്ള വെള്ളം, ഈസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പും വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതുപോലുള്ള ബൗൾസിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഗോതമ്പ് പൊടിയും വീട്ടിൽ എപ്പോഴുമുള്ള കുറഞ്ഞ ചേരുവകളും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പഞ്ചസാര, 1 മുട്ട, ഒരു 1/2 കപ്പിനടുത്ത് തൈര്, 2 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓയിൽ ചൂടാക്കി ഇതുപോലെ കൈകൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്യണം. നല്ല പഴുത്ത പഴം കൊണ്ട് മിക്സിയിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു പഴം കട്ട് ചെയ്തതും 3 മുട്ടയും 1/2 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബ്രെഡും കൂടെ ചേർത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് അല്പം നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കണം. നല്ല പഴുത്ത കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ കഴിയില്ലെങ്കിൽ അത് കളയണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നല്ല അടിപൊളി ഒരു പലഹാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം.
പുഴുങ്ങിയ 2 മുട്ടയുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ നല്ല അടിപൊളി ഒരു സ്നാക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. 2 മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള, പച്ചമുളക്, 1/2 കപ്പ് കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോയാൽ ശ്രദ്ധിക്കണം. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ.